ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2026 പുറത്തിറങ്ങിയ അന്തരൻ ദ ഹണ്ടർ എന്ന മിസ്റ്ററി ത്രില്ലർ മൂവിയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ 2016 നടക്കുന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഒരു പയ്യൻ ഒരു പെൺകുട്ടിയെ ആരാധനയോടെ നോക്കി നിൽക്കുന്നു. ആ കുട്ടിയെ അവന് വളരെ ഇഷ്ടമാണ്. കാർത്തിക എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. അവൾ +2 പഠിക്കുകയാണ്. ഇവനാണെങ്കിൽ അവളെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എങ്ങനെയെങ്കിലും അവളോട് സംസാരിച്ചു തുടങ്ങണം എന്നൊക്കെ അവന് ആഗ്രഹമുണ്ട്. എന്നാൽ സംസാരിക്കാൻ വളരെ പേടിയാണ്. വേഗം പോയി സംസാരിക്കാൻ സുഹൃത്ത് പറയുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കാർത്തികയുടെ അച്ഛൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതെന്റെ മകളാടാ, എൻ്റെ മകളെയാണോ നീ നോക്കുന്നത് എന്ന് ചോദിച്ച് ഇവർ രണ്ടുപേരെയും ക്രൂരമായി മർദ്ദിക്കുന്നു. ഫോളോ ചെയ്യുന്ന പയ്യൻ വേറെ ജാതിക്കാരനാണെന്ന് കൂടി അറിയുമ്പോൾ അച്ഛൻ കൂടുതൽ ദേഷ്യപ്പെടുന്നു. അവനെയും അവന്റെ കുടുംബത്തെയും അയാൾ ഭീഷണിപ്പെടുത്തുന്നു. ഞാൻ തിരിച്ച് ഈ സ്ഥലത്തേക്ക് വരുമ്പോൾ നിങ്ങളിവിടെ ഉണ്ടാവരുത്, പെട്ടിയും കിടക്കെടുത്ത് വേഗം സ്ഥലം വിട്ടോളണം എന്ന് പറഞ്ഞ് അയാൾ വിരട്ടുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ആ പയ്യനും അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. എന്നാൽ അച്ഛൻ അടിച്ചതുകൊണ്ട് ആ പയ്യന് വലിയൊരു ദേഷ്യമുണ്ട്. ആ അച്ഛൻ എന്തെങ്കിലും ചെയ്യണമെന്നൊരു പകയോടെയാണ് അവനുള്ളതെന്ന് നമ്മളെ കാണിച്ചു തരുന്നു. ഇപ്പോൾ 2024 ഇതേ പെൺകുട്ടിയെ കാണിക്കുന്നു, അതായത് കാർത്തിക എന്ന പെൺകുട്ടിയെ. അവളിപ്പോൾ മഹേഷ് എന്നൊരാളോട് സംസാരിക്കാൻ വന്നിരിക്കുകയാണ്. ഉടനെ തന്നെ ഇവർ തമ്മിൽ കല്യാണം നടക്കാൻ പോവാണ്. പക്ഷെ ഇവൾ മഹേഷിനോട് അടുക്കുന്നതേയില്ല. അതായത് ഒന്ന് കെട്ടിപ്പിടിക്കാൻ പോലും തയ്യാറാവുന്നില്ല. ഇതിനൊരു കാരണമുണ്ട്. ദയവായി മനസ്സിലാക്കും മഹേഷ് എന്ന് പറയുമ്പോൾ എനിക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട്. എൻ്റെ കൂട്ടുകാരെ കാണിക്കാൻ ഒരു ഫോട്ടോയെങ്കിലും വേണം, ഫോട്ടോയെങ്കിലും എടുക്കാം എന്ന് പറഞ്ഞപ്പോൾ ശരിയെന്ന് പറഞ്ഞ് ഇരുവരും ചേർന്ന് ഫോട്ടോ എടുക്കുന്നു. ശരി, സമയമായി, നമുക്ക് പോകാമെന്ന് പറഞ്ഞ് പോകാൻ തയ്യാറാവുന്നു. അപ്പോഴാണ് മഹേഷിനെ ഒരു ലോറി വന്നിടിക്കുന്നത്. ആ വഴി വന്ന ലോറി ഫോണിൽ സംസാരിച്ചു പോയ മഹേഷിനെ അറിയാതെ ഇടിച്ചതാണ്. അയ്യോ, ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് കരുതി ആ പെൺകുട്ടി വല്ലാതെ ഭയപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഈ കാർത്തികയ്ക്ക് ആരുമായി കല്യാണം ഉറപ്പിച്ചാലും അവരെല്ലാവരും മരിച്ചു പോകും. ഞാൻ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത്, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് മഹേഷിന്റെ അച്ഛനോട് കാർത്തികയുടെ അച്ഛൻ ക്ഷമ ചോദിക്കുന്നു. ഇതുകൊണ്ടാണ് അച്ഛൻ എനിക്ക് കല്യാണം വേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. എന്തിനാ അച്ഛൻ ഇങ്ങനെ ചെയ്തത്? വെറുതെ ഒരാൾ കൂടി മരിച്ചില്ലേ എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി സങ്കടപ്പെടുന്നു. അച്ഛൻ അവളെ ആശ്വസിപ്പിക്കുകയാണ്. ഇങ്ങനെ ഒരു 6 മാസം കഴിഞ്ഞുള്ള കാര്യമാണ് പിന്നീട് കാണിക്കുന്നത്. സെഴിയൻ എന്നൊരു സീനിയർ ഓഫീസറെ കാണിക്കുന്നു. ഇദ്ദേഹത്തിന്റെ അടുത്തേക്കാണ് ഈ കേസ് ഫയൽ വന്നിരിക്കുന്നത്. ഇദ്ദേഹത്തിനും ഇതിനെക്കുറിച്ച് അറിയണം. ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പോകുന്നവർ മാത്രം എങ്ങനെ തുടർച്ചയായി മരിക്കുന്നു എന്നോർത്ത ആൾക്ക് അത്ഭുതം തോന്നുകയാണ്. ഇതിനു മുമ്പ് അന്വേഷിച്ചവരോടൊക്കെ ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. കേസ് റീഓപ്പൺ ചെയ്യണമെന്ന് താൻ ആഗ്രഹിക്കുന്നതായി അയാൾ പറയുന്നു. ആ കുട്ടിയോട് സംസാരിക്കാമെന്ന് കരുതി കാർത്തികയെ അവിടേക്ക് വിളിച്ചു വരുത്തുന്നു. നിങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് പറ എന്ന് അയാൾ ചോദിക്കുകയാണ്. അവളും തുടക്കം മുതൽ നടന്ന കാര്യങ്ങൾ പറയുന്നു. അതായത് അവൾ കോളേജിൽ പോകുന്ന സമയത്ത് ഒരു ഓട്ടോക്കാരനുമായി അടുപ്പത്തിലാവുന്നു. ആദിത്യ എന്നാണ് അവന്റെ പേര്. അവന്റെ ഓട്ടോയിൽ യാത്ര ചെയ്യുമ്പോൾ അവൾക്ക് പീരീഡ്സ് ആവുന്നു. എങ്ങനെ പറയണമെന്നറിയാതെ അവൾ വിഷമിക്കുകയാണ്. എന്നാൽ ആദിത്യ അത് മനസ്സിലാക്കുന്നു. അടുത്താണ് എൻ്റെ വീട്, വീട്ടിൽ എൻ്റെ അനിയത്തിയുണ്ട്, നിങ്ങൾ അവിടെ പോയി വേണ്ട കാര്യങ്ങൾ ചെയ്തോളൂ എന്നവൻ പറയാണ്. ശരിയെന്ന് കരുതി അവളും അത് സമ്മതിക്കുന്നു. അവളുമായി വീട്ടിലെത്തി അവൻ അനിയത്തിയോട് കാര്യങ്ങൾ പറയുന്നു. കാർത്തിക ഉള്ളിൽ പോയി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ശേഷം അവിടെ നിന്ന് പോകാൻ തുടങ്ങുകയാണ്. എന്നാൽ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അത് ആദിത്യയുടെ അനിയത്തി അല്ലായിരുന്നു, സുഹൃത്തായിരുന്നു. കാർത്തികയ്ക്കും ആ കുട്ടി സുഹൃത്തായിരുന്നു. പിന്നെ എന്തിനാണ് അനിയത്തിയാണെന്ന് പറഞ്ഞെന്ന ചോദ്യം വരും. കാർത്തികയ്ക്ക് കുറച്ചൊരു ആശ്വാസം വരാൻ വേണ്ടിയിട്ടാണ് സുഹൃത്തിനെ അനിയത്തിയാണെന്ന് പറഞ്ഞത്. ഇത് മനസ്സിലാക്കിയ കാർത്തികയ്ക്ക് ഉള്ളിൽ സന്തോഷമാവുന്നു. അവൻ നല്ലൊരു വ്യക്തിയാണെന്ന് അവൾ ചിന്തിക്കുകയാണ്. കാർത്തിക വീട്ടിലേക്ക് വരുമ്പോൾ ബന്ധുവായ ഒരു പയ്യൻ കാശ് ചോദിക്കുന്നുണ്ട്. അവന് കുറച്ച് മാനസിക പ്രശ്നങ്ങളുണ്ട്. അവൾ അവന് കാശ് കൊടുക്കുന്നു. കാർത്തികയ്ക്ക് ആദിത്യയുടെ നല്ല മനസ്സ് ഇഷ്ടപ്പെട്ടു. സുഹൃത്തിനോട് അവൾ ആദിത്യയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. ആദിത്യ നന്നായി പഠിച്ചിട്ടുണ്ട്, ജോലിക്ക് ശ്രമിച്ചുകൊണ്ട് ഓട്ടോ ഓടിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ അവൾക്ക് മനസ്സിലാവുന്നു. അവന്റെ ഓട്ടോയിൽ ഇടയ്ക്കിടെ യാത്ര ചെയ്യണമെന്ന് അവൾ തീരുമാനിക്കുന്നു. അവൾക്ക് സ്വന്തമായി വണ്ടി ഉണ്ടെങ്കിലും മനഃപൂർവ്വം അവന്റെ ഓട്ടോയിലാണ് യാത്ര ചെയ്യുന്നത്. എനിക്കൊരു ചായ കുടിക്കണമെന്നുണ്ട്, എവിടെയെങ്കിലും പോയി ചായ കുടിച്ചാലോ എന്ന് അവൾ ചോദിക്കുകയാണ്. ഇവളെന്താ നമ്മളെ വിളിക്കുന്നത് എന്ന് അവനും ചിന്തിക്കുന്നുണ്ട്. ഇതിലെന്തിരിക്കുന്നു, പോകാമെന്ന് കരുതി അവൻ അവൾക്കൊപ്പം പോയി ചായ കുടിക്കുന്നു. ഇവൾക്ക് നമ്മളെ ഇഷ്ടമാണെന്ന് ആദിത്യയ്ക്കും മനസ്സിലാവാൻ തുടങ്ങുന്നു. പോകെ പോകെ അവൾ ആദിത്യയുമായി വളരെ അടുക്കുന്നു. ഇരുവരും പ്രണയിക്കാൻ തുടങ്ങുന്നു. ഇവർ പ്രണയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദിത്യയ്ക്ക് ചെറിയ പേടിയുണ്ട്. ഞാനൊരു സാധാരണ ഓട്ടോക്കാരനാണ്, നിന്റെ അച്ഛൻ എന്നെ അംഗീകരിക്കോ എന്ന് എനിക്കറിയില്ല എന്നൊക്കെ അവൻ പറയുന്നു. നീ എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കോ, നിനക്കൊരു ജോലി കിട്ടില്ലേ, എന്തെങ്കിലും ചെയ്യാം, വിഷമിക്കണ്ട എന്നൊക്കെ അവളും ധൈര്യം കൊടുക്കുന്നു. എന്നാൽ ഇവർ പ്രണയിക്കുന്ന കാര്യം ഗുണ്ടകൾ വഴി അച്ഛൻ അറിയുന്നു. ഇതിൽ അച്ഛൻ വല്ലാതെ ദേഷ്യപ്പെടുകയാണ്. നീ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല, ഇനി മുതൽ അവന്റെ പുറകെ നടക്കരുത് എന്ന് അച്ഛൻ മകൾക്ക് താക്കീത് നൽകുന്നു. എന്നാൽ മകളാണെങ്കിൽ ഞാൻ അവനെ തീവ്രമായി സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾ പറയുന്നൊന്നും ഞാൻ കേൾക്കില്ല, ഞാൻ അവന്റെ കൂടെ തന്നെ പോവും എന്ന് അച്ഛനോട് കയർത്ത് സംസാരിക്കുന്നു. മകൾ എതിർത്ത് സംസാരിച്ചതിനാൽ അച്ഛനും ദേഷ്യം വരുന്നു. പിന്നീട് അവൾ ആദിത്യയെ കാണുകയാണ്. എൻ്റെ അച്ഛൻ നമ്മുടെ പ്രണയം അംഗീകരിക്കില്ല, നമുക്ക് ഒളിച്ചുകൂടി കല്യാണം കഴിച്ചാലോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ ആലോചിച്ചിട്ട് പറയാം എന്ന് അവൻ പറയുന്നു. അവളും അത് സമ്മതിക്കുന്നു. അന്ന് രാത്രി ഞാൻ താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, വാ
എന്ന് അവൻ വിളിക്കാണ്. എന്തിനാ വീട്ടിലേക്കൊക്കെ വന്നത്? അച്ഛൻ കാണുമെന്നൊക്കെ പറഞ്ഞ് അവൾ ഭയപ്പെടുന്നു. നമുക്കിനി പിരിയാമെന്ന് നീ എന്തിനാ മെസ്സേജ് അയച്ചത്? അതാണ് ഞാൻ വന്നത് എന്നവൻ പറയുന്നു. ഞാൻ അങ്ങനെ ഒരു മെസ്സേജ് അയച്ചില്ലല്ലോ എന്നവൾ പറയാണ്. അപ്പോൾ ആദിത്യ പെട്ടെന്ന് അവൾക്കൊരു ഉമ്മ കൊടുക്കുന്നു. അവളും കുറച്ച് നാണിക്കുന്നുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും ഒന്നിക്കും, ഉടൻ തന്നെ നമുക്ക് കല്യാണം കഴിക്കാം എന്നൊക്കെ ആത്മവിശ്വാസത്തോടെ സംസാരിച്ച് ബൈക്ക് എടുത്ത് അവൻ അവിടെ നിന്ന് പോകുന്നു. അന്ന് രാത്രി ആദിത്യയുടെ സ്വന്തം അനിയത്തിയുടെ കോൾ കാർത്തികയ്ക്ക് വരുന്നു. സുഹൃത്തിനെയാണല്ലോ അനിയത്തി എന്ന് പറഞ്ഞത്, എന്നാൽ അവന് സ്വന്തമായിട്ട് ഒരു അനിയത്തി കൂടിയുണ്ട്. ചേട്ടൻ വീട്ടിൽ വന്നിട്ടില്ലെന്ന് അവൾ പറയുന്നു. ഇത്രയും നേരമായിട്ടും അവൻ വീട്ടിൽ വന്നില്ലേ എന്ന് കേട്ട് കാർത്തികയ്ക്ക് ഭയം വരുന്നു. അച്ഛൻ ദേഷ്യത്തിലാണല്ലോ, അച്ഛൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുമോ എന്ന് അവൾ സംശയിക്കുന്നു. നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു. എൻ്റെ ബോയ് ഫ്രണ്ടിനെ കാണാനില്ല, എൻ്റെ അച്ഛൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് അച്ഛനെതിരെ പരാതിപ്പെടുന്നു. ഓഹോ, ആ ബിൽഡറാണോ? അദ്ദേഹം വലിയ ആളല്ലേ, അദ്ദേഹത്തിനെതിരെ എങ്ങനെ കേസെടുക്കും എന്നൊക്കെ പോലീസ് ചോദിക്കുകയാണ്. എൻ്റെ അച്ഛനെതിരെ കേസെടുത്തില്ലെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലുമൊക്കെ കാണേണ്ടി വരും എന്ന് അവൾ ഭീഷണിപ്പെടുത്തുന്നു. ഈ അവസ്ഥയിലാണ് ആദിത്യയുടെ മൃതദേഹം ഒരു സ്ഥലത്തു നിന്നും ലഭിക്കുന്നത്. കാർത്തികയും ആ സ്ഥലത്തേക്ക് വരുന്നു. ആദിത്യയെ ആരോ ആക്രമിച്ച് മൃഗീയമായി കൊലപ്പെടുത്തിയിരിക്കുന്നു. ഇത് കാണുന്ന അവൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. തീർച്ചയായിട്ടും അച്ഛൻ ആളെ വിട്ട് ചെയ്തതായിരിക്കും ഇതെന്ന് അവൾ ചിന്തിക്കുന്നു. അവൾക്ക് മൃതദേഹം കാണാൻ പോലുള്ള ധൈര്യമില്ല. മാറി നിന്ന് കരയാണ്. നിങ്ങളല്ലേ ചെയ്തതെന്ന് പറഞ്ഞ് അച്ഛനെ അടിക്കുന്നു. സത്യമായിട്ട് ഞാൻ ഒന്നും ചെയ്തില്ല മോളെ എന്ന് അച്ഛൻ പറയാണ്. ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നു പോകുന്നു. ആദിത്യയുടെ ഓർമ്മകളിൽ നിന്ന് അവൾക്ക് പുറത്തു വരാൻ കഴിയുന്നില്ല. ആദിത്യയെ ഓർത്ത് വല്ലാതെ സങ്കടപ്പെടുകയാണ്. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വീണ്ടും വിളിക്കാം, നിങ്ങൾ കാത്തിരിക്കുക എന്ന് പറഞ്ഞ് കാർത്തികയോട് വിവരങ്ങൾ ചോദിച്ച സെഴിയൻ അവളെ പറഞ്ഞയക്കുന്നു. ഈ കേസ് കൈകാര്യം ചെയ്ത പോലീസുകാരനെ വിളിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നു. പോലീസുകാരനും നടന്ന കാര്യങ്ങൾ പറയുന്നു. അന്ന് പോലീസുകാരും അച്ഛനെ സംശയിച്ച് വിളിപ്പിച്ച് സംസാരിക്കുന്നു. നിങ്ങളാണോ ഇത് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ സത്യമായിട്ടും ഞാനിത് ചെയ്തില്ലെന്ന് അച്ഛൻ പറയുന്നുണ്ട്. ആദിത്യ എന്ന പയ്യൻ നേരിട്ട് അച്ഛനെ കാണാൻ വന്നിരുന്നു. അവൻ ധൈര്യത്തോടെ സംസാരിച്ചതൊക്കെ അച്ഛൻ ഇഷ്ടപ്പെട്ടിരുന്നു. അതായത് നിങ്ങളുടെ മകളെ ഞാൻ നന്നായി നോക്കിക്കോളാം എന്നൊക്കെ അവൻ ആത്മവിശ്വാസത്തോടെ പറഞ്ഞിരുന്നു. അത് അച്ഛൻ ഇഷ്ടപ്പെട്ടു. ശരി മോനെ, ഞാൻ ആലോചിച്ച് എൻ്റെ തീരുമാനം പറയാം എന്ന് വളരെ നല്ല രീതിയിലാണ് അച്ഛൻ അവനെ പറഞ്ഞയച്ചത്. ആ പയ്യനെ കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞപ്പോൾ ഗുണ്ടകളും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഗുണ്ടകൾ മുൻകൂട്ടി അവനെ ഭീഷണിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇനിമേൽ അവനെ ഭീഷണിപ്പെടുത്താനൊന്നും നിൽക്കരുത് എന്ന് അച്ഛൻ ഗുണ്ടകളെ വിലക്കിയിരുന്നു. അതിനാൽ ആ പയ്യനോട് അച്ഛന് യാതൊരു വിരോധവും ഇല്ലായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അച്ഛൻ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആര് ചെയ്തിരിക്കും എന്ന ചർച്ച അവരിലേക്ക് വരുന്നു. അച്ഛനാണെങ്കിൽ ജാതിയൊക്കെ നന്നായി നോക്കുന്ന ആളാണ്. ഒരിക്കൽ അവരുടെ ജാതിയിലുള്ള ഒരു പെൺകുട്ടിയെ വേറെ ജാതിയിലുള്ള പയ്യൻ സ്നേഹിച്ചപ്പോൾ അച്ഛൻ ഇടപെട്ട് അവരെ പിരിച്ചിരുന്നു. ഇനിമേൽ ഞങ്ങളുടെ വീട്ടിലെ പെൺകുട്ടിയുടെ പിന്നാലെ നടന്ന കൊന്നുകളയും എന്ന ആ പയ്യനെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഗുരു എന്നാണ് ആ പയ്യന്റെ പേര്. ഇവന്റെ പിന്നാലെ ഇനി നടക്കരുത് എന്ന് ആ പെൺകുട്ടിയോടും പറഞ്ഞിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും പിരിഞ്ഞു. ഇത് കാരണം ഗുരു എന്ന പയ്യൻ അച്ഛനോട് ദേഷ്യം ഉണ്ടായിരുന്നു. ആ ദേഷ്യം കാരണം അവൻ ഇവളുടെ ബോയ് ഫ്രണ്ടിനെ കൊന്നിരിക്കോ എന്ന് അവർ ചിന്തിക്കുകയാണ്. അച്ഛൻ്റെ തലയിൽ കുറ്റം വരാൻ വേണ്ടി അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുമോ എന്ന് സംശയിക്കുന്നു. അതുപോലെ വേറൊരു പ്രശ്നവും കൂടിയുണ്ട്. കാർത്തിക് ഒരിക്കൽ അനിയത്തിയെ ശല്യം ചെയ്ത പയ്യന്മാരുടെ കരണത്തടിച്ചിരുന്നു. ആ ദേഷ്യത്തിൽ ആ പയ്യന്മാരും ഒരുപക്ഷെ ഇവളുടെ കാമുകനെ കൊന്നിരിക്കാം. ആ ആംഗിളിലൂടെയും ചിന്തിക്കണമെന്ന് അവർ തീരുമാനിക്കുന്നു. എന്നാൽ വലുതായിട്ട് തെളിവുകളൊന്നും അവർക്ക് ലഭിച്ചില്ല എന്ന് പോലീസ് പറയുന്നു. ഇതിനൊക്കെ പുറമെ ആദിത്യ മരിച്ച സ്ഥലത്ത് നിന്ന് പൊട്ടിയ ഒരു ഗ്ലാസ് കഷ്ണം കിട്ടിയിരുന്നു. ആ ഗ്ലാസ്സിൽ ചുണ്ടുകൊണ്ട് ചുംബിച്ചതിന്റെ പാട് ഞങ്ങൾക്ക് ലഭിച്ചു സാർ എന്ന് പോലീസ് പറയുന്നു. ചുംബിച്ച പാടോ എന്ന് ഹീറോയും അത്ഭുതത്തോടെ ചോദിക്കുന്നു. അതായത് കൊലപ്പെടുത്താൻ വന്ന കൊലയാളി ആ ഗ്ലാസ്സിൽ ചുംബിച്ചതായിരിക്കാം എന്ന കോണിലാണ് ഞാൻ ചിന്തിച്ചത് സാർ. അതുകൊണ്ട് ആ ഗ്ലാസ് ഇപ്പോഴും എവിഡൻസ് റൂമിൽ തന്നെയുണ്ട് എന്ന് അയാൾ പറയുന്നു. ശരി, ഓക്കെ, ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വീണ്ടും വിളിക്കാം, നിങ്ങൾ പുറത്തേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞ് സെഴിയൻ ആ പോലീസുകാരനെ പറഞ്ഞയക്കുന്നു. ഇനി നിങ്ങൾ അകത്തേക്ക് വരൂ എന്ന് പറഞ്ഞ് കാർത്തികയെ വീണ്ടും അകത്തേക്ക് വിളിക്കുന്നു. അച്ഛനോട് നിങ്ങൾക്ക് വലിയ ദേഷ്യം ഉണ്ടായിരുന്നല്ലോ, ആ ദേഷ്യം എങ്ങനെ മാറി എന്നയാൾ ചോദിക്കുന്നു. അച്ഛൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് എനിക്ക് പതുക്കെ മനസ്സിലായി എന്നവൾ പറയുന്നു. യഥാർത്ഥത്തിൽ ആദിത്യയുടെ അനിയത്തിയെ ആശ്വസിപ്പിക്കാൻ കാർത്തിക വീട്ടിൽ പോയപ്പോൾ അവൾ പറഞ്ഞിരുന്നു, ചേച്ചി, ചേട്ടൻ നേരത്തെ നിങ്ങളുടെ അച്ഛനുമായി സംസാരിച്ചിരുന്നു. നിങ്ങളുടെ അച്ഛൻ വളരെ നല്ല രീതിയിലാണ് എൻ്റെ ചേട്ടനോട് സംസാരിച്ചു വിട്ടത്. നിങ്ങളുടെ അച്ഛൻ ഇത് ചെയ്യാൻ സാധ്യതയില്ല ചേച്ചി എന്ന്. അപ്പോഴാണ് അച്ഛനിൽ കുറച്ച് വിശ്വാസമൊക്കെ വരാൻ തുടങ്ങിയത്. അതുപോലെ അച്ഛൻ്റെ ഗുണ്ടയോട് സംസാരിച്ചപ്പോൾ ഞാൻ അറിവില്ലായ്മ കൊണ്ട് ഭീഷണിപ്പെടുത്തിപ്പോയി, എന്നാൽ നിന്നെ ഭീഷണിപ്പെടുത്തരുതെന്ന് നിന്റെ അച്ഛൻ എന്നെ വഴക്ക് പറഞ്ഞു എന്ന് ഗുണ്ടയും പറയുന്നു. അതുകൊണ്ട് അച്ഛൻ ഇത് ചെയ്തിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അതുപോലെ ആദിത്യയുടെ അനിയത്തിക്ക് സ്വന്തം ചെലവിലാണ് അച്ഛൻ കല്യാണം നടത്തി കൊടുത്തത്. ഇത് കാരണം അച്ഛനിൽ അവൾക്ക് വലിയ വിശ്വാസം വന്നു. അച്ഛൻ ഇത് ചെയ്തിട്ടില്ല എന്ന് അവൾ വിശ്വസിക്കുന്നു. അനിയത്തിയുടെ കല്യാണം നടത്തി കൊടുത്തതിന് അവൾ അച്ഛനോട് നന്ദി പറയുന്നു. അവളെക്കാൾ നിനക്ക് പ്രായമല്ലേ മോളെ, എനിക്ക് വേണ്ടി നീ ഒരു കല്യാണം കഴിക്കോ എന്ന് അച്ഛൻ ചോദിക്കുകയാണ്. ആദിത്യയെ മറക്കാൻ കഴിയാതെ അവൾ കഷ്ടപ്പെടുന്നുണ്ട്. എങ്കിലും അച്ഛൻ ചോദിച്ചതുകൊണ്ട് ശരിയെന്ന് സമ്മതിക്കുന്നു. അപ്പോൾ ഒരു പയ്യനെ കാണുന്നു. ആ പയ്യനും നേരത്തെ ഒരു പ്രണയ നൈരാശ്യം സംഭവിച്ചിട്ടുണ്ട്. വിഷ്ണു എന്നാണ് ആ പയ്യന്റെ പേര്. അവനും ബ്രേക്കപ്പിന്റെ വിഷമത്തിലാണ്. ഇവളും പ്രണയ നൈരാശ്യത്തിൽ വിഷമിക്കുകയാണല്ലോ. ഇവർ രണ്ടുപേരും ഒന്നിച്ചാൽ നന്നായിരിക്കുമെന്ന് അച്ഛൻ കരുതി കാണും. ഇവർ രണ്ടുപേരും പതുക്കെ അടുക്കാൻ തുടങ്ങുന്നു. അവനിപ്പോ ആ പഴയ വിഷമത്തിൽ നിന്നും പുറത്തു വരുന്നതേ ഉള്ളൂ. കാർത്തികയുമായി സാധാരണ പോലെ ഇടപഴകാൻ തുടങ്ങുകയാണ്. രണ്ടുപേർക്കും പരസ്പരം ചെറിയൊരു ഇഷ്ടം തോന്നുന്നു. ഒരു ദിവസം കാർത്തിക വിഷ്ണുവിനെ കാണാൻ വീട്ടിലേക്ക് വരുന്നു. ആ സമയത്ത് വിഷ്ണുവിന്റെ മാതാപിതാക്കൾ വീട്ടിലുണ്ടായിരുന്നില്ല.
അവൻ ഒറ്റയ്ക്കാണ് ഉണ്ടായിരുന്നത്. സംസാരത്തിനിടയിൽ പെട്ടെന്ന് അവൻ അവളെ കെട്ടിപ്പിടിക്കുന്നു. അവൾക്കത് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അയ്യോ സോറി എന്ന് വിഷ്ണു പറയുന്നുണ്ട്. അല്ലല്ല, ഇതിൽ നിങ്ങളുടെ തെറ്റൊന്നുമില്ല, ഞാൻ ഇതുമായി പൊരുത്തപ്പെട്ടിട്ടില്ല, കുറച്ച് സമയം കഴിയട്ടെ എന്ന് അവൾ പറയുന്നു. ശരിയെന്ന് വിഷ്ണുവും സമ്മതിക്കുന്നു. ഞാൻ പോവാണെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോവാണ്. അവൾ വണ്ടിയിൽ വീട്ടിലേക്ക് പോകുമ്പോൾ തന്നെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത അറിയുന്നു. അതെന്താണെന്ന് വെച്ചാൽ വിഷ്ണു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു എന്നാണ്. അവളും തകർന്നു പോകുന്നു. വിഷ്ണു ആ പഴയ പ്രണയത്തിൽ നിന്നും പുറത്തു വന്നിരുന്നു. അങ്ങനെ ഇരിക്കെ എങ്ങനെ ആത്മഹത്യ ചെയ്തു? ആരോ കൊലപ്പെടുത്തിയത് പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ അവൾ പറയാൻ തുടങ്ങുന്നു. ഇതിനെക്കുറിച്ചും പോലീസുകാർ അന്വേഷിച്ചിരുന്നു. അവർ പറയുന്നത് അവൻ പ്രണയ നൈരാശ്യത്തിൽ നിന്നും പൂർണ്ണമായി പുറത്തു വന്നിരുന്നില്ല എന്നാണ്. ആ പെൺകുട്ടിക്ക് കല്യാണം കഴിഞ്ഞിരുന്നു. എങ്കിലും അവൻ ഇടയ്ക്കിടെ അവൾക്ക് മെസ്സേജ് അയച്ചിരുന്നു. എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് എന്നൊക്കെ മെസ്സേജ് അയച്ചിരുന്നതായി അറിയാൻ കഴിയുന്നു. അതിനാൽ അവൻ ആ വിഷമത്തിൽ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് അന്വേഷണ സംഘത്തിലുള്ളവർ പറയുന്നത്. കൊലപാതകം എന്ന രീതിയിലും ഞങ്ങൾ അന്വേഷിച്ചു എന്ന് അന്വേഷിച്ചവർ പറയുന്നുണ്ട്. വിഷ്ണു കെട്ടിടത്തിൽ നിന്നും താഴേക്ക് ചാടിയ ആ ടെറസിൽ എപ്പോഴും പയ്യന്മാർ വന്ന് കഞ്ചാവ് പോലുള്ള മയക്കുമരുന്ന് ഉപയോഗിക്കാറുണ്ട്. അവിടെയുള്ള ഒരു കണ്ണാടിയിൽ ഇഷ്ടം പോലെ ഉമ്മ വച്ച പാടുകൾ ഉണ്ടായിരുന്നു. എല്ലാവരുടെയും ചുണ്ടിന്റെ പാടുകൾ ഞങ്ങൾ പരിശോധിച്ചു. എന്നാൽ ഒരെണ്ണം മാത്രം മാച്ച് ആയില്ല. ഒരു പയ്യൻ വിദേശത്തേക്ക് പോയിരുന്നു. അവൻ്റേതാകും അതെന്ന് മറ്റുള്ളവർ പറഞ്ഞു. അതുമാത്രം ഞങ്ങൾക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല. ഒരു പക്ഷേ ലഹരിയുടെ പുറത്ത് ഇവർ തന്നെ തള്ളിയിട്ടതായിരിക്കോ എന്ന കോണിലും അന്വേഷിച്ചു. എന്നാൽ അങ്ങനെ ഒരു തെളിവും കിട്ടിയില്ല എന്നവർ പറയുന്നു. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് സെഴിയൻ കാർത്തികയോട് തന്നെ ചോദിക്കുന്നു. വിഷ്ണു ആ ബ്രേക്കപ്പിൽ നിന്നും പുറത്തു വന്നതുപോലെയായിരുന്നു. പെട്ടെന്ന് എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത് എന്ന് അവൾ ചോദിക്കുന്നു. അല്ല, അവൻ അതിൽ നിന്നും പുറത്തു വന്നതുപോലെ നിങ്ങളെ കാണിച്ചതാണ്. എന്നാൽ ആ എക്സ് ഗേൾഫ്രണ്ടിനോട് അവൻ അപ്പോഴും ചാറ്റ് ചെയ്തിരുന്നു എന്ന് സെഴിയൻ മനസ്സിലാക്കി കൊടുക്കുന്നു. പിന്നീട് മഹേഷ് എന്ന പേരുള്ള പയ്യനെ അച്ഛൻ കണ്ടെത്തിയിരുന്നു. അവനുമായി നിശ്ചയം വരെ നടന്നതാണ്. അവൻ ഫോണിൽ സംസാരിച്ചുകൊണ്ട് റോഡിലൂടെ നടന്നു പോകുമ്പോൾ വണ്ടി ഇടിച്ചു തെറിപ്പിച്ചു. അതുകൊണ്ട് ഇതൊന്നും യാദൃശ്ചികമായി നടക്കുന്നതായി തോന്നുന്നില്ല. ആരോ പ്ലാൻ ചെയ്ത് ചെയ്യുന്നത് പോലെയാണ്. എന്നെ ആരെല്ലാം കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവോ അവരെല്ലാവരും മരിച്ചുകൊണ്ടിരിക്കുന്ന പോലെ തോന്നുന്നു എന്ന് പറഞ്ഞ് അവൾ കരയാണ്. അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ് സെഴിയനും ആശ്വസിപ്പിക്കുന്നു. ഇതെല്ലാം യാദൃശ്ചികമായി നടക്കുന്നതാണോ അതോ പ്ലാൻ ചെയ്ത് നടക്കുന്നതാണോ എന്ന് കണ്ടുപിടിക്കണമെന്ന് അവർ കരുതുന്നു. സത്യത്തിൽ ഇതെല്ലാം കാർത്തിക തന്നെ ചെയ്തുകൂടെ സാർ എന്ന് ലേഡി അസിസ്റ്റന്റ് ചോദിക്കുന്നു. അതിന് കാരണം താൻ ആത്മാർത്ഥമായി സ്നേഹിച്ച ആദിത്യയെ അച്ഛൻ ആളെ വിട്ട് കൊന്നതാണെന്ന് അവൾ കരുതുന്നുണ്ടാവാം. അതുകൊണ്ട് മറ്റുള്ളവരെ നമുക്ക് കൊല്ലണം എന്ന ചിന്തയിൽ അവൾ തന്നെ ഇവരെ കൊന്നതായിക്കൂടെ എന്ന് അവർ ചോദിക്കുന്നു. ഒരിക്കലുമില്ല, അങ്ങനെ വരാൻ സാധ്യതയില്ലെന്ന് അയാൾ പറയുന്നു. ഇനി അച്ഛന്റെ റൈറ്റ് ഹാൻഡ് ആയ ആളോട് അന്വേഷിക്കുമ്പോൾ അയാൾ ഒരു കാര്യം പറയുന്നു. കാർത്തിക +2 പഠിക്കുമ്പോൾ ഒരുത്തൻ അവളുടെ പിന്നാലെ നടന്നിരുന്നു. അവനെ അപമാനിച്ച് നാട് കടത്തുകയുണ്ടായി എന്ന് അയാൾ പറയുന്നു. അവനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നുമില്ലെന്നും പറയുന്നു. ശരി, വേറെ ആരെങ്കിലും ആയിട്ടും പ്രശ്നമുണ്ടോ എന്ന് സെഴിയൻ ചോദിക്കുമ്പോൾ അയാൾ മറ്റൊരു സംഭവത്തെക്കുറിച്ച് പറയുന്നു. അതായത് നേരത്തെ ഗുരു എന്നു പേരുള്ള ഒരാളെ അച്ഛൻ അപമാനിച്ചില്ലേ, ആ ഗുരു ഇവരുടെ കല്യാണം മുടക്കാൻ വേണ്ടി അവിടെ വന്നിരുന്നു. എന്നാൽ അച്ഛൻ കാണുന്നതിന് മുമ്പ് ഈ അസിസ്റ്റന്റ് അവനെ കണ്ടു. എന്താണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുകയാണോ, മര്യാദയ്ക്ക് പൊക്കോ എന്ന് പറഞ്ഞ് അവനെ ഓടിച്ചു വിട്ടു. ആ ഗുരു ഇടയ്ക്കിടെ കാർത്തികയെ ഫോളോ ചെയ്യുന്നുണ്ട് സാർ. അവനും ഇതിൽ ബന്ധമുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് അയാൾ പറയുന്നു. തുടക്കത്തിൽ ഒരു പയ്യൻ പ്രണയിക്കുന്നതായി നമ്മളെ കാണിച്ചല്ലോ. അവനെ കുറിച്ചുള്ള ഒരു വിവരമില്ലെന്ന് റൈറ്റ് ഹാൻഡ് പറഞ്ഞിരുന്നല്ലോ. എന്നാൽ ആ പയ്യൻ ആരാണെന്ന് സിനിമയിൽ വെളിപ്പെടുത്തുന്നു. അത് വേറെ ആരുമല്ല, ഈ സെഴിയൻ തന്നെയായിരുന്നു ആ പയ്യൻ. ബ്രേക്കപ്പ് കഴിഞ്ഞ് നാട് കടത്തിയപ്പോൾ സങ്കടത്തോടെ അവൻ പോയിരുന്നു. അങ്ങനെ പോയവൻ പിന്നീട് പോലീസായി മാറിയതാണെന്ന് മനസ്സിലാവുന്നു. ഞാനാണ് അവളെ തീവ്രമായി സ്നേഹിച്ചത്. എന്നെക്കാൾ കൂടുതൽ ആരവളെ സ്നേഹിച്ചു കാണും. അങ്ങനെ സ്നേഹിക്കുന്ന ഏതോ ഒരുത്തൻ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് സെഴിയൻ ചിന്തിക്കുന്നു. യഥാർത്ഥത്തിൽ കാർത്തികയെ വേറെ ഏതോ ഒരുത്തൻ സ്നേഹിക്കുന്നുണ്ട്. കാർത്തിക എനിക്ക് മാത്രമുള്ളതാണ്, കാർത്തിക എനിക്ക് മാത്രമുള്ളതാണെന്ന് അവൻ അവന്റെ ബുക്കിൽ എഴുതുന്നുണ്ട്. ഈ അജ്ഞാതൻ ആരാണെന്ന് സിനിമയിൽ വെളിപ്പെടുത്തുന്നില്ല. ഇപ്പോൾ ഹീറോ നടന്ന കാര്യങ്ങളെല്ലാം തന്റെ അനിയത്തിയോട് പറയുന്നു. ആ അച്ഛന് നിന്നെ മനസ്സിലായില്ലേ എന്ന് അനിയത്തി ചോദിക്കുന്നുണ്ട്. ഞാനന്ന് ചെറിയ പയ്യനായിരുന്നില്ലേ, അതുകൊണ്ട് മനസ്സിലായി കാണില്ല എന്ന് അയാൾ പറയുന്നു. ശരി, അവൾക്കും മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൾ എന്നെ കണ്ടിട്ട് പോലുമില്ല, ഞാൻ മാത്രമാണ് അവളെ നോക്കിയിരുന്നത് എന്ന് അയാൾ പറയുന്നു. കാർത്തികയുമായി ഇടപെടുന്ന എല്ലാവരും മരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതിനു പിന്നിലെ രഹസ്യം എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം, തെളിവ് കിട്ടിയാൽ ശേഖരിക്കണം എന്നൊക്കെ ലേഡി അസിസ്റ്റന്റിനോട് അയാൾ പറയുന്നു. അനിയത്തിയോട് സംസാരിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, നിനക്കന്ന് അവളോട് സംസാരിക്കാൻ ധൈര്യം വന്നില്ലല്ലോ, ഇപ്പോഴെങ്കിലും സംസാരിക്കാൻ ശ്രമിക്കുക, ഇപ്പോഴെങ്കിലും അവളെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുക. ശരി, ഓക്കെ, ഞാൻ ശ്രമിക്കാം എന്ന് അയാളും പറയുന്നു. കാർത്തിക അമ്പലത്തിൽ പോകുന്നത് മനസ്സിലാക്കി അയാൾ യാദൃശ്ചികമായി അവിടെ വരുന്നത് പോലെ വരുന്നു. അവളെ കണ്ട് സംസാരിക്കും പോലെയൊക്കെ സംസാരിക്കുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് ചോദിക്കുന്നു. അവളും ശരിയെന്ന് സമ്മതിക്കുന്നു. കാറിൽ പോകുമ്പോൾ കുറച്ച് ഫ്ലേർട്ട് ചെയ്യുന്ന പോലെയൊക്കെ സംസാരിക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് അയാൾ പറയുന്നു. എന്താണ് വെറുതെ ആവശ്യമില്ലാതെ സംസാരിക്കുന്നത്, എന്നോട് ഇടപെട്ടാൽ തന്നെ മരണം ഉറപ്പാണ്, ഇങ്ങനെയൊന്നും സംസാരിക്കരുത് എന്ന് അവൾ പറയുന്നു. എന്നാൽ അയാൾ അനിയത്തിയോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. മാതാപിതാക്കളോട് നേരിട്ട് സംസാരിക്കാമെന്ന് അനിയത്തി പറയുന്നു. അങ്ങനെ നേരിട്ട് അയാൾ പെണ്ണ് കാണാൻ വീട്ടിലേക്ക് വരുന്നു. അച്ഛനപ്പോൾ ജാതിയൊന്നും നോക്കുന്നില്ല, പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞാൽ മതിയെന്ന ചിന്തയിലാണ്. അതിനാൽ കല്യാണക്കാര്യം സംസാരിക്കുന്നു. എന്നാൽ കാർത്തിക ഇനി എനിക്ക് കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നു. എന്തിനാ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ച് അവൾ അയാളോട് ദേഷ്യപ്പെടുന്നു. നമുക്ക് രണ്ടുപേർക്കും വേണമെങ്കിൽ സുഹൃത്തുക്കളായി കഴിയാം,
എന്നവൾ പറയുന്നു. അയാൾ അതിനും തയ്യാറാണെന്ന് പറയുന്നു. നമുക്ക് രണ്ടുപേർക്കും സുഹൃത്തുക്കളാകാം, അത് പ്രണയമായി മാറിയാൽ നമുക്ക് മുന്നോട്ട് പോവാം എന്നയാൾ പറയുന്നു. എന്നോട് കൂട്ടുകൂടിയാൽ നിങ്ങൾക്ക് പ്രശ്നം വരുമെന്ന് അവൾ പറയുന്നു. അതൊന്നും എനിക്ക് വരില്ലെന്ന് അയാൾ ധൈര്യത്തോടെ പറയുന്നു. അവളിൽ നിന്നും മൊഴിയെടുത്തപ്പോൾ ഒരു കാര്യം മാത്രം പൊരുത്തപ്പെട്ടിരുന്നില്ല. അതായത് നമ്മൾ എന്തിനാണ് പിരിയുന്നത് എന്ന് മെസ്സേജ് അയച്ചെന്ന് ആദിത്യ ചോദിച്ചിരുന്നു. എന്നാൽ താൻ മെസ്സേജ് അയച്ചിട്ടില്ല എന്നവൾ പറഞ്ഞിരുന്നു. എന്തിനാണ് ആദിത്യ അങ്ങനെ ചോദിച്ചത്? അത് കുറച്ചുകൂടി വിശദമായി അന്വേഷിക്കണം എന്ന് ലേഡി അസിസ്റ്റന്റിനോട് അയാൾ പറയുന്നു. അതായത് അവളുടെ ഫോണിൽ നിന്നും വേറെ എങ്ങനെയെങ്കിലും മെസ്സേജ് പോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ അയാൾ പറയുന്നു. അതിന് ഫോൺ വേണമല്ലോ. നേരിട്ട് കാർത്തികയോട് തന്നെ ഇത് ചോദിക്കുമ്പോൾ അതെ, ആദിത്യ അങ്ങനെ പറഞ്ഞു, എന്നാൽ ഞാൻ അങ്ങനെ ഒരു മെസ്സേജ് അയച്ചിട്ടേ ഇല്ല എന്നവൾ പറയുന്നു. ശരി, നിന്റെ പഴയ ഫോൺ ഉണ്ടെങ്കിൽ നന്നായിരുന്നു, ഞാനത് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം എന്നയാൾ പറയുന്നു. പഴയ ഫോൺ ഉണ്ടാവും എന്ന് പറഞ്ഞ് അവൾ ആ ഫോൺ എടുത്ത് നോക്കുന്നു. അയാൾ നന്ദി പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. യഥാർത്ഥത്തിൽ കാർത്തികയുടെ ഫോണിൽ നിന്നും ഒരു മെസ്സേജ് പോയിട്ടുണ്ട്. അതിനുശേഷം ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ആദിത്യ അങ്ങനെ ചോദിച്ചത്. അപ്പോൾ കാർത്തിക തന്നെയാണോ നമ്മൾക്ക് പിരിയാമെന്ന് മെസ്സേജ് അയച്ച് അത് ഡിലീറ്റ് ചെയ്തത് എന്നിവർ സംശയിക്കുന്നു. കാർത്തിക അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അവൾ പറയുമായിരുന്നില്ലേ, കാർത്തികയുടെ ഫോൺ ഉപയോഗിച്ച് കാർത്തികയുടെ അച്ഛൻ തന്നെ ഇങ്ങനെ ചെയ്തതായിരിക്കാം എന്നൊക്കെ അവർ ചിന്തിക്കുന്നു. ഇതിനു പുറമെ ആദിത്യ മരിച്ച സ്ഥലത്ത് ഒരു ഗ്ലാസ് കഷ്ണം കിട്ടിയിരുന്നു. അതിലൊരു ലിപ് പ്രിന്റ് പോലെ ഉണ്ടായിരുന്നു. അതുപോലെ വിഷ്ണു മരിച്ച ടെറസിലും ഒരു ലിപ് പ്രിന്റ് കിട്ടിയിരുന്നു. അത് രണ്ടും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കണം എന്നവർ കരുതാണ്. വിഷ്ണു ടെറസിൽ നിന്ന് ചാടിയതിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന് അവർ അന്വേഷിക്കുന്നു. വിഷ്ണു മുമ്പ് ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നല്ലോ. ആ പെൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, സർ, വിഷ്ണുവിന് വല്ലാത്ത വിഷമമാണെന്നൊക്കെ അവൻ ഇടയ്ക്കിടെ മെസ്സേജ് അയക്കുമായിരുന്നു. ഞാനാണ് അവനെ ആശ്വസിപ്പിച്ചിരുന്നത്. ഒരു പക്ഷെ വിഷമത്തിൽ ആത്മഹത്യ ചെയ്തതായിരിക്കോ എന്ന് അയാളും ചിന്തിക്കുന്നു. എങ്കിലും വിട്ടുകളയരുത്, ഇനിയും വിശദമായി അന്വേഷിക്കണമെന്ന് കരുതുമ്പോഴാണ് അന്ന് രാത്രി ഒരുപാട് നേരം കറണ്ട് പോയിരുന്നു എന്ന വിവരം അറിയുന്നത്. കറണ്ട് പോയ സമയത്താണ് വിഷ്ണു മുകളിൽ നിന്നും താഴേക്ക് വീണത്. അപ്പോൾ കറണ്ട് ആരെങ്കിലും മനഃപൂർവ്വം കട്ട് ചെയ്തതായിരിക്കും. അപ്പോഴത്തെ സെക്യൂരിറ്റിയോട് സംസാരിക്കണം എന്ന് കരുതുമ്പോൾ ആ സെക്യൂരിറ്റി എപ്പോഴോ ജോലി വിട്ടു പോയി എന്നറിയുന്നു. ആ സെക്യൂരിറ്റി എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കി അയാളുടെ വിവരങ്ങളൊക്കെ ശേഖരിക്കുന്നു. ചോദ്യം ചോദിക്കുമ്പോൾ അവൻ കള്ളനെ പോലെ പരുങ്ങുന്നു. മര്യാദയ്ക്ക് സത്യം പറയുമ്പോൾ അവനൊരു സത്യം പറയുന്നു. അതെന്താണെന്ന് വെച്ചാൽ ടെറസിൽ കുറെ പയ്യന്മാർ വന്ന് ശല്യം ഉണ്ടാക്കാറുണ്ടല്ലോ. അതിലൊരു പയ്യന്റെ അമ്മയാണ് രാത്രി സമയത്ത് മാത്രം കറണ്ട് കട്ട് ചെയ്യാൻ പറഞ്ഞത്. കാരണം ലഹരിയിൽ ആ പയ്യന്മാർ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്, ചില മോശം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതൊന്നും ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രാത്രിയിൽ മാത്രം കറണ്ട് കട്ട് ചെയ്യാൻ പറഞ്ഞത്. ആ പയ്യന്മാരെ ലഹരിയിൽ അവിടെയുള്ള കണ്ണാടിയിൽ ഇഷ്ടം പോലെ ഉമ്മ വയ്ക്കുമായിരുന്നു. ഇതൊക്കെ മറ്റുള്ളവർ കണ്ടാൽ പ്രശ്നമാവുമല്ലോ എന്ന് കരുതിയാണ് ഒരു പയ്യന്റെ അമ്മ കറണ്ട് കട്ട് ചെയ്യാൻ പറഞ്ഞത്. എന്നാൽ അതിൽ വിഷ്ണു എന്ന പേരിലുള്ള ഒരാൾ മരിച്ചപ്പോൾ ഈ അമ്മ പേടിച്ചു. ആ പയ്യന്മാർക്കും ഇതിന് തമ്മിൽ ബന്ധമില്ലെന്നൊക്കെ ആ അമ്മ പറയുന്നുണ്ട്. എന്നാൽ അവർക്ക് പരിശോധിക്കണം എന്നുള്ളത് കൊണ്ട് ആ ചുണ്ടിന്റെ പാടുകൾ മാച്ച് ചെയ്ത് നോക്കുന്നു. പുറത്തേക്ക് പോയ പയ്യനെ വിളിച്ചു വരുത്തി മാച്ച് ചെയ്ത് നോക്കുന്നു. എന്നാൽ അതുമായി പൊരുത്തപ്പെടുന്നില്ല. അപ്പോൾ കൂടുതലായി ഒരു ലിപ് പ്രിന്റ് കൂടി ഉണ്ടല്ലോ, അത് കൊലയാളിയുടേതാണ്. ആ കൊലയാളി ആരാണെന്ന് കണ്ടുപിടിക്കണമെന്ന് അയാൾ ചിന്തിക്കുന്നു. മറുവശത്ത് കാർത്തികയോട് അയാൾ ഇടപഴകുന്നുണ്ടല്ലോ. നീ എന്നോട് ഇടപഴകുന്നത് കാണുമ്പോൾ എനിക്ക് പേടിയാവുന്നുണ്ട്. നീ എൻ്റെ ജീവിതത്തിൽ വന്നാൽ നിന്റെ ജീവൻ പോവും. പോ എന്നവൾ പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം, എന്നെ ഇഷ്ടമാണോ അല്ലയോ എന്ന് മാത്രം പറയേ എന്ന് ചോദിക്കുമ്പോൾ ഇഷ്ടമാണെന്ന് അവൾ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ അയാൾക്ക് വലിയ സന്തോഷമാവുന്നുണ്ട്. യഥാർത്ഥത്തിൽ ചെറുപ്പത്തിൽ പ്രണയം കിട്ടാതെ പോയല്ലോ, ഇപ്പോൾ നമുക്കത് കിട്ടിയിരിക്കുന്നു എന്നോർത്ത് അയാൾ വളരെ സന്തോഷിക്കുന്നുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് ഹീറോ ടീമുമായി ചർച്ച ചെയ്യുന്നു. അതായത് കാർത്തിക നല്ല ഉറക്കത്തിലായിരിക്കുമ്പോൾ അവൾ പോലും അറിയാതെ ആരോ ഫോൺ എടുത്തിട്ടുണ്ട്. അവരാണ് ആദിത്യയോട് നമുക്ക് പിരിയാമെന്ന് മെസ്സേജ് അയച്ചത്. ആദിത്യ നേരിട്ട് വീട്ടിലേക്ക് വന്നു. അതേസമയം വിഷ്ണു ടെറസിൽ പോയി. അവൻ വിഷമത്തിലായിരുന്നു. ആ അവസരം ഉപയോഗിച്ച് ആരോ അവനെ കൊല്ലാനായി അവിടെ വന്നു. മുകളിൽ നിന്ന് അവനെ തള്ളിയിട്ടു. കാർത്തികയുമായി വേണ്ടപ്പെട്ട ആരോ ഒരാൾ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതായത് കാർത്തികയെ ഇഷ്ടമുള്ള ആരോ ഒരാളാണ് ഇത് ചെയ്യുന്നത് എന്ന രീതിയിൽ അവർക്കിടയിൽ ചർച്ച നടക്കുന്നു. ഈ കേസിൽ ഗ്ലാസ് എന്നൊരു കാര്യം പൊതുവായി വരുന്നുണ്ട്. മഹേഷ് എന്നൊരാൾ അപകടത്തിൽ മരിച്ചില്ലേ, അവന്റെ ബൈക്കിൽ 2 കണ്ണാടികൾ ഉണ്ടായിരുന്നു. എന്നാൽ മൃതദേഹം കിട്ടുമ്പോൾ ഒരു കണ്ണാടി മാത്രമേ ഉള്ളൂ. ഒരു കണ്ണാടി എവിടെ പോയി? ഈ കണ്ണാടി കാരണമാണ് എന്തോ നടക്കുന്നത് എന്നയാൾ ചിന്തിക്കുന്നു. അപ്പോഴാണ് കാർത്തിക ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് കോൾ ചെയ്യുന്നത്. എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ കാർത്തിക കരഞ്ഞുകൊണ്ട് പറയുന്നു, ഞാൻ ബൈക്ക് എടുത്ത് പുറത്തേക്ക് പോകാമെന്ന് കരുതി. അപ്പോൾ ബൈക്കിൽ നിന്നൊരു ഡയറി കിട്ടി. ഡയറിയെക്കുറിച്ച് അവൾ പറയുന്നു. അതായത് കൊലയാളി അവന്റെ ഡയറി വെച്ചിരിക്കുകയാണ്. നീ എനിക്ക് മാത്രമുള്ളതാണ് കാർത്തിക എന്നൊക്കെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ കാർത്തിക് എന്ന അക്ഷരം വരെ കറുപ്പ് പേന കൊണ്ടും ക എന്ന അവസാനത്തെ അക്ഷരം മാത്രം ചുവപ്പ് പേന കൊണ്ടുമാണ് എഴുതിയിരിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ വ്യത്യസ്തമായി എഴുതിയിരിക്കുന്നതെന്ന് അവർ ചിന്തിക്കുന്നു. CCTV പരിശോധിച്ചാൽ ആര് ഡയറി വെച്ചു എന്ന് കണ്ടുപിടിക്കാമെന്ന് അയാൾ ചിന്തിക്കുന്നു. ഇതിനു പുറമെ അവൻ കണ്ണാടിയിലും ഉമ്മ വച്ചിട്ടുണ്ട്. നേരത്തെ കിട്ടിയ ലിപ് പ്രിന്റുമായി ഇത് താരതമ്യം ചെയ്യാമെന്ന് അവർ തീരുമാനിക്കുന്നു. ഇതുകൂടാതെ ഗുരു എന്ന പയ്യനെ ഇവരിപ്പോഴും അന്വേഷിക്കുന്നുണ്ട്. അവനായിരിക്കും ഇത് ചെയ്തതെന്ന സംശയത്തിൽ അവനെ പിടികൂടുന്നു. അവനെ ക്രൂരമായി മർദ്ദിക്കുന്നു. നിന്റെ പ്രണയം അച്ഛൻ പിരിച്ചതുകൊണ്ട് ആ പെൺകുട്ടിയുടെ പ്രണയം തകർക്കാൻ വേണ്ടിയിട്ടാണോ നീ കൊലപാതകങ്ങൾ ചെയ്യുന്നത്? നീ ആ കുട്ടിയെ ഇടയ്ക്കിടെ ഫോളോ ചെയ്യുന്നത് ഞങ്ങൾക്ക് മനസ്സിലായി, സത്യം സമ്മതിക്ക് എന്ന് ഹീറോ പറയുന്നു. സർ, ആ അച്ഛൻ ചെയ്ത കാര്യത്തിൽ എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നത് സത്യമാണ്. ആ പെൺകുട്ടിയെ ഫോളോ ചെയ്തതും സത്യമാണ്. പക്ഷെ ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല സർ.
എന്നവൻ പറയുന്നു. കള്ളം പറയരുതെന്ന് പറഞ്ഞ് ഹീറോ അവനെ അടിക്കുന്നു. സർ, ഞാനൊരു കാര്യം കണ്ടിരുന്നു, അത് മാത്രം ഞാൻ സാറിനോട് പറയാം, അല്ലാതെ ഞാൻ യാതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അവനൊരു കാര്യം പറയുന്നു. അവൻ എന്താണ് പറയുന്നതെന്ന് ഇപ്പോൾ സിനിമയിൽ കാണിക്കുന്നില്ല. അവൻ ആ കുട്ടിയെ ഫോളോ ചെയ്തപ്പോൾ എന്തോ ഒരു കാര്യം കണ്ടിരുന്നു, അതാണ് അവൻ പറയുന്നത്. മറ്റൊരു ഭാഗത്ത് ഹീറോ അപകടത്തിൽ മരിച്ചതുപോലെ കാർത്തികയ്ക്ക് സ്വപ്നം വരുന്നു. അതുകൊണ്ട് കാർത്തിക കോൾ ചെയ്ത് ഹീറോയോട് ഇക്കാര്യം പറയുന്നു. ഇതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട, എനിക്കൊന്നും സംഭവിക്കില്ല, നാളെ അമ്പലത്തിൽ വെച്ച് കാണാമെന്ന് അയാൾ പറയുന്നു. രണ്ടുപേരും അമ്പലത്തിൽ കാണാൻ വരുന്നു. അയാൾ പറയുന്നുണ്ട്, നമുക്ക് കല്യാണം കഴിച്ചാലോ? വേണ്ട എന്ന് പറഞ്ഞ അവൾ പേടിക്കുകയാണ്. അതൊന്നും ആവശ്യമില്ല, നമുക്ക് ഇവിടെ വെച്ച് ലളിതമായി കല്യാണം കഴിക്കാം എന്ന് അയാൾ പറയുന്നു. ശരിയെന്ന് അവളും സമ്മതിക്കുന്നു. അയാൾ അനിയത്തിയെ അവിടേക്ക് വിളിച്ചു വരുത്തുന്നു. അതായത് മാലയൊക്കെ വാങ്ങി വരാൻ പറയുന്നു. ആ സ്ഥലത്ത് വെച്ച് തന്നെ അവർ രണ്ടുപേരും ലളിതമായി കല്യാണം കഴിക്കുന്നു. അച്ഛനോട് പറയാമെന്ന് കരുതി കാർത്തികയുടെ അച്ഛനോട് ചെന്ന് പറയുന്നു. അച്ഛനാണെങ്കിൽ മകൾക്ക് കല്യാണം കഴിഞ്ഞാൽ മതിയെന്ന ചിന്തയിലാണല്ലോ. അതുകൊണ്ട് അയാളെ പെട്ടെന്ന് തന്നെ മരുമകനായി അംഗീകരിക്കുന്നു. അയാളും ഭാര്യയോട് റൊമാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. നിക്ക്, ഞാൻ പാലെടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞ ഭാര്യ അയാൾക്കായി പാല് റെഡിയാക്കി കൊണ്ടുവരുന്നു. അയാൾ ഫോണിൽ എന്തോ സംസാരിക്കുന്നുണ്ട്. ശരീരം ക്ഷീണിച്ചതിനാൽ കിടക്കാമെന്ന് കരുതി അയാൾ കിടക്കുന്നു. അയാൾ കിടന്നതിന് ശേഷം കാർത്തികയ്ക്ക് ഒരു മാറ്റം സംഭവിക്കുന്നു. കാർത്തിക കണ്ണാടി നോക്കി സംസാരിക്കാൻ തുടങ്ങുന്നു. കാർത്തിക, നിന്നെ ആർക്കും എന്നിൽ നിന്നും അകറ്റാൻ കഴിയില്ല എന്ന് അല്പം വ്യത്യസ്തമായി സംസാരിക്കുന്നു. അതായത് അവളുടെ ശരീരത്തിനുള്ളിൽ വേറൊരു വ്യക്തിത്വം ഉള്ളതുപോലെ അവൾ സംസാരിക്കുന്നു. കാർത്തികയെ സ്നേഹിക്കുന്ന ആരൊരാളാണ് ഇത് ചെയ്യുന്നതെന്ന് സെഴിയൻ ചിന്തിച്ചില്ലേ? അത് കാർത്തിക തന്നെയായിരുന്നു. ഡയറി എഴുതിയതൊക്കെ കാർത്തിക തന്നെയായിരുന്നു. ഇപ്പോൾ ഹീറോയ്ക്ക് അവൾ മയക്കുമരുന്ന് കൊടുത്തിട്ടുണ്ട്. നീ എഴുന്നേക്കുന്നതിന് മുമ്പ് തന്നെ നിന്നെ കൊന്നു കളയുമെന്ന് കണ്ണാടി നോക്കി അവൾ പറയുന്നു. അപ്പോൾ പെട്ടെന്ന് അയാൾ എഴുന്നേറ്റ് നിൽക്കുന്നു. ഞാൻ ആ പാല് കുടിച്ചിട്ടേ ഇല്ല എന്ന് അയാൾ പറയുന്നു. ദേഷ്യം വന്ന കാർത്തിക അയാളുമായി വഴക്കിടുന്നു. അയാൾ അവളെ കീഴ്പ്പെടുത്താൻ നോക്കുന്നു. എന്നാൽ അവൾ ഒരു പുരുഷൻ വഴക്കിടുന്നത് പോലെയാണ് വഴക്കിടുന്നത്. ഒരു ഘട്ടത്തിൽ അയാളെ അടിച്ച് താഴെ ഇരുത്തുന്നു. അയാൾ ഇരുന്നു കൊണ്ട് തന്നെ അവളോട് സംസാരിക്കുന്നു. നീ കാർത്തികയല്ല, കാർത്തികാണെന്ന് എനിക്കറിയാം എന്ന് അയാൾ പറയാണ്. ആ കൊലയാളി വെച്ച ഡയറിയിൽ കാർത്തിക് എന്നത് കറുത്ത പേന കൊണ്ടും ബാക്കി ചുവപ്പ് പേന കൊണ്ടുമാണ് എഴുതിയിരുന്നത്. അപ്പോൾ കാർത്തിക് എന്ന പേരിൽ ഒരുത്തൻ തന്നെയാണ് ഇത് ചെയ്യുന്നതെന്ന് അയാൾക്ക് സംശയം വന്നിരുന്നു. നിങ്ങൾക്കറിയാവുന്ന കാർത്തിക് എന്ന പേരിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് കാർത്തികയുടെ അച്ഛനോട് അയാൾ ചോദിച്ചിരുന്നു. കാർത്തിക ആണായി ജനിച്ചിരുന്നെങ്കിൽ കാർത്തിക് എന്ന് പേരിടാനാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് എന്ന് പറഞ്ഞ് അച്ഛനൊരു ഫ്ലാഷ് ബാക്ക് പറയുന്നു. ഈ അച്ഛന് 4 വർഷമായി കുട്ടികളില്ലായിരുന്നു. ഓരോ അമ്പലങ്ങളിലും കയറി ഇറങ്ങി. ഒടുവിൽ ഭാര്യ ഗർഭിണിയായി. എങ്ങനെയെങ്കിലും ഒരു ആൺകുഞ്ഞ് ജനിക്കണേ എന്നായിരുന്നു അയാളുടെ പ്രാർത്ഥന. എന്നാൽ അയാൾക്ക് പെൺകുഞ്ഞാണ് ജനിച്ചത്. ഇത് കാരണം അയാൾ വല്ലാതെ അസ്വസ്ഥനായി. അയാളുടെ അമ്മ, അതായത് കുട്ടിയുടെ മുത്തശ്ശി, കള്ളിപ്പാല് കൊടുത്ത് കൊല്ലാമെന്ന് ചോദിക്കുകയാണ്. വേണ്ടമ്മേ, കുഴപ്പമില്ല, ഇരിക്കട്ടെ എന്ന് ഇയാൾ പറയുന്നുണ്ട്. അയാൾ കുട്ടിയുമായി അധികം അടുക്കുന്നില്ല. ഭാര്യ കാർത്തിക എന്ന പേര് വിട്ടു. അയാൾ കുട്ടിയുമായി അകന്നു നിൽക്കുകയായിരുന്നല്ലോ. അപ്പോഴാണ് ഒരു അപകടത്തിൽ നിന്നും അയാൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്നത്. മകൾ വന്ന ഭാഗ്യമാണെന്ന് ജോത്സ്യൻ പറയുന്നുണ്ട്. ഇത് കാരണം അയാൾക്ക് മകളെ ഇഷ്ടാവുന്നു. ആൺകുട്ടി ഇല്ലെങ്കിൽ എന്താ, പെൺകുട്ടി മതി എന്ന് കരുതി അയാൾ മകളെ നല്ല രീതിയിൽ വളർത്താൻ തുടങ്ങുന്നു. എന്നാൽ അയാളുടെ അമ്മ കുട്ടിയോട് പറയുന്നുണ്ട്, നിന്റെ അച്ഛൻ ആൺകുട്ടികളെയാണ് ഇഷ്ടം, പക്ഷെ നീ ജനിച്ചുപോയി എന്ന്. അവരങ്ങനെ ഒരു വിഷം കുത്തിവെക്കുന്നുണ്ട്. ഈ കുട്ടിയും നിങ്ങൾക്ക് ആൺകുട്ടികളെയാണോ ഇഷ്ടം, എന്നെ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെയൊന്നുമില്ല മോളെ എന്ന് അയാൾ ആശ്വസിപ്പിക്കുന്നു. എന്തിനാ അമ്മ ഇങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെയൊന്നും സംസാരിക്കരുത് എന്ന് അയാൾ അമ്മയോട് പറയുന്നു. ഒരിക്കൽ മകൾ ഒരു പ്രശ്നം ഉണ്ടാക്കി വരികയാണ്. ഒരു പയ്യനെ അടിച്ചിരിക്കുന്നു. എന്തിനാണ് അടിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവൾ ഒരു കാര്യം പറയാണ്. പയ്യന്മാരെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നെയും കൂട്ടുപോകുമെന്ന് അവൾ ചോദിച്ചിരുന്നു. ഇത് ആൺകുട്ടികൾ കളിക്കുന്ന കളിയാണെന്നും കൂട്ടാൻ പറ്റില്ലെന്നും അവർ പറഞ്ഞപ്പോൾ ഞാനും ആൺകുട്ടിയെ പോലെയാണെന്ന് പറഞ്ഞ് അവൾ അവനെ അടിച്ചു. അടിയിൽ ആ പയ്യന് പരിക്കേറ്റിരുന്നു. അച്ഛൻ ആൺകുട്ടികളെയാണല്ലോ ഇഷ്ടം, അതുകൊണ്ട് ഞാനും ആൺകുട്ടിയെ പോലെ ഇരിക്കണമെന്ന് കരുതി ഒരു ആൺകുട്ടിയുടെ സ്വഭാവത്തിലാണ് അവൾ വളർന്നത്. കാർത്തിക യഥാർത്ഥത്തിൽ ഒരു പെൺകുട്ടിയാണ്. എന്നാൽ പെട്ടെന്ന് അവൾക്കുള്ളിൽ ഒരു പുരുഷൻ വരും. അവനാണ് കാർത്തിക് എന്ന് വനിതാ ഡോക്ടർ പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ കൊലപാതകം നടന്ന സ്ഥലങ്ങളിലെല്ലാം ആരോ ചുംബിച്ച പാടുകൾ ഉണ്ടായിരുന്നില്ലേ? അങ്ങനെ ചുംബിച്ചത് ഈ കാർത്തിക തന്നെയായിരുന്നു. ഇതൊരു ഘട്ടത്തിൽ ഹീറോ ഊഹിച്ചിരുന്നു. ആ ഗുരു എന്ന പയ്യനോട് സംസാരിച്ചപ്പോഴാണ് ഇതെല്ലാം മനസ്സിലായത്. സർ, ആ കുട്ടി കാമുകൻ മരിച്ചതോർത്ത് സങ്കടപ്പെടുന്നതായി പറയുന്നു. എന്നാൽ കാമുകൻ മരിച്ചത് കണ്ട് അവൾ ചിരിച്ചു സർ, അതാണ് ഞാൻ ശ്രദ്ധിച്ചത് എന്നവൻ പറയുന്നു. എന്ത്, ചിരിച്ചോ എന്ന് ചോദിച്ച ഹീറോയും ഞെട്ടിപ്പോവാണ്. അപ്പോഴാണ് ആ CCTV ദൃശ്യം കിട്ടുന്നത്. അതായത് വണ്ടിയിൽ നിന്ന് ഡയറി കിട്ടിയല്ലോ, അതിന്റെ CCTV ദൃശ്യം. ആ ദൃശ്യം കാണുന്നവർ ഞെട്ടാണ്. ആ വീഡിയോയിൽ എന്താണ് ഉണ്ടായിരുന്നതെന്ന് അറിയാമോ? ആ ഡയറി വെക്കുന്നത് കാർത്തിക തന്നെയാണ്. ഡയറി വെച്ചതിന് ശേഷം അവൾ കുറച്ച് വ്യത്യസ്തമായി പെരുമാറുന്നു. കാരണം ഇപ്പോൾ അവൾ കാർത്തികാണ്. കാർത്തികായിരിക്കുന്നവൾ ഡയറി വെച്ചിട്ട് അവിടെയുള്ള കണ്ണാടിയിൽ ഉമ്മ വയ്ക്കുന്നു. കുറച്ചു കഴിഞ്ഞ് അവൾ നോർമലായി വരുന്നു. അതായത് ഇപ്പോൾ കാർത്തികയായി വരുന്നു. അങ്ങനെ വന്നവൾ ചോദിക്കുന്നുണ്ട്, ആരാ ഈ ഡയറി വെച്ചത്? ഇതൊക്കെ കണ്ട് അവരെല്ലാവരും ഞെട്ടിപ്പോവാണ്. അവൾക്കുള്ളിൽ മറ്റൊരു വ്യക്തിത്വം ഉണ്ടെന്ന് ഹീറോയും കണ്ടുപിടിക്കുന്നു. കാർത്തിക ആരെ സ്നേഹിച്ചാലും ഈ കാർത്തിക്കിന് എന്താണ് പ്രശ്നം എന്ന് ഹീറോ ചോദിക്കുകയാണ്. പ്രശ്നം എന്താണെന്ന് അറിയാമോ? കാർത്തിക് കാർത്തികയെ സ്നേഹിക്കുന്നുണ്ട്. അതായത് അവൻ അവളെ സ്നേഹിക്കുന്നത് കൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ അവന് ദേഷ്യം വരുന്നു. ആ ദേഷ്യം കൊണ്ടാണ് അവൻ അവരെ കൊല്ലുന്നത്. നിനക്കും ആ കുട്ടിയുമായി ഇടപഴകുന്നതുകൊണ്ട് ആപത്ത് വരാൻ സാധ്യതയുണ്ട്, നീ ഇടപെടരുതെന്ന് ആ ഡോക്ടർ പറയുന്നു. ഈ ഡോക്ടർ അവളുടെ ഇളയമയാണ്. അതുകൊണ്ടാണ് അവർ ഉപദേശിക്കുന്നത്.
ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ ഒരു വഴി പറയുന്നു. ആ വഴി എങ്ങനെ ചെയ്യാന്നോർത്ത് അയാൾ ഞെട്ടിപ്പോവാണ്. ഇപ്പോൾ കാർത്തികയുടെ രൂപത്തിലുള്ള കാർത്തിക് പറയുന്നുണ്ട്, ഓഹോ, എല്ലാ കാര്യങ്ങളും നീ കണ്ടുപിടിച്ചോ? അതെ, ഞാനാണ് ചെയ്തത്. കാരണം എനിക്ക് കാർത്തികയെ വളരെ ഇഷ്ടമാണ്. കാരണം ചെറുപ്പം മുതൽ കാർത്തികയുടെ ശരീരമൊക്കെ കണ്ടു വളർന്നത് ഇവനാണല്ലോ. അതുകൊണ്ട് എനിക്ക് അവളെ വളരെ ഇഷ്ടമാണെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. കാർത്തികയെ സ്നേഹിച്ചവരെ എങ്ങനെ കൊന്നു എന്ന് അവൻ വിശദീകരിക്കുന്നു. കാർത്തികയുടെ ഫോണിൽ നിന്നും ഇവനാണ് ആദിത്യക്ക് മെസ്സേജ് അയച്ചത്. ആദിത്യയോട് പിരിയാമെന്ന് ഡീസന്റായി പറഞ്ഞു. അവളെ കണ്ട് സംസാരിക്കണം എന്ന് കരുതി വീട്ടിലേക്ക് വന്നവൻ അവളെ ചുംബിച്ചു. ഇങ്ങനെ ചുംബിച്ചപ്പോൾ ഉള്ളിലുള്ള കാർത്തിക് ഉണർന്നു. കാർത്തിക വിളിക്കുന്ന പോലെ അവനെ അവിടേക്ക് വിളിച്ചു വരുത്തി. കാർത്തിക വിളിച്ചുകൊണ്ടാണല്ലോ എന്ന് കരുതി അയാളും വന്നു. എന്നാൽ അവിടെ വന്നത് കാർത്തിക് ആയിരുന്നു. അവിടെ വന്ന കാർത്തിക് വളരെ ക്രൂരമായി അവനെ കൊലപ്പെടുത്തി. കാർത്തിക എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊന്നത്. അവിടെ പൊട്ടിയ ഒരു കണ്ണാടി ഉണ്ടായിരുന്നു. അതിൽ ഒരു ഉമ്മ കൊടുത്തിട്ടാണ് അവൻ പോയത്. അടുത്തതായി വിഷ്ണുവിനെ അച്ഛൻ കണ്ടുപിടിച്ചില്ലേ? അവളുമായി ഇടപെടുന്നതിൽ അവന് വലിയ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് കാർത്തിക് ഇടയ്ക്കിടെ എന്ത് ചെയ്യുമെന്നാൽ അവൻ സങ്കടപ്പെട്ട് ആ എക്സ് ഗേൾഫ്രണ്ടിന് മെസ്സേജ് അയക്കുന്ന പോലെ കാർത്തിക് മെസ്സേജ് അയക്കും. അവൻ കാണാത്ത വിധം ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്യും. അവൻ ഡിപ്രഷൻ കാരണം ആത്മഹത്യ ചെയ്തതാണെന്ന് വിശ്വസിപ്പിക്കാനാണ് അവൻ അങ്ങനെ ചെയ്തത്. അന്ന് രാത്രി കാർത്തിക അവിടുന്ന് പോയല്ലോ. എന്നാൽ കാർത്തിക തിരിച്ചു ചെന്നു. അവനെ ടെറസിലേക്ക് കൊണ്ടുപോയി തള്ളി താഴെയിട്ടു. റൊമാൻസ് ചെയ്യുന്നത് പോലെ ടെറസിലേക്ക് കൊണ്ടുപോയിട്ടാണ് തള്ളിയിട്ടത്. ആ ടെറസിലുള്ള കണ്ണാടിയിലാണ് ഇവൾ ഉമ്മ വച്ചത്. അതേസമയം മൂന്നാമതായി ഒരുത്തനുമായി നിശ്ചയം കഴിഞ്ഞില്ലേ, അവനെയും തള്ളിയിട്ട് കൊന്നത് ഇവള് തന്നെയാണ്. ആ കണ്ണാടിയിൽ ഉമ്മ വെച്ചിട്ട് ആ കണ്ണാടി ഊരി ദൂരേക്ക് എറിഞ്ഞതും ഇവള് തന്നെയാണ്. എല്ലാ കാര്യങ്ങളും ഞാനാണ് ചെയ്തത്. ഇനി നിന്റെ കഥയും ഞാൻ കഴിക്കാൻ പോവാണ് എന്ന അഹങ്കാരത്തോടെ അവൻ പറയുന്നു. ഇതെല്ലാം പരിഹരിക്കാൻ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ എന്ന് ഇളയമ്മ പറഞ്ഞില്ലേ, അതെന്താണെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അതെന്താണെന്ന് വെച്ചാൽ അവളെ ശാരീരികമായി ആരും തുടരുതെന്നാണ് കാർത്തിക് ചിന്തിക്കുന്നത്. നീ ശാരീരികമായി അവളുമായി ബന്ധപ്പെടണം. അവൻ അറിയാതെ അങ്ങനെ ചെയ്യണം. അതായത് അവൾ മയക്കത്തിലായിരിക്കുമ്പോൾ നീ അവളുമായി ബന്ധപ്പെടണം എന്ന് ഇളയമ്മ പറയുന്നു. മയക്കത്തിലുള്ള ഒരു പെണ്ണിനോട് ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് ശരിയായി തോന്നുന്നില്ല, ഞാൻ എങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞ് അയാൾ മടിക്കുന്നു. ഇപ്പോൾ പ്രസന്റിൽ അയാൾ ചിരിക്കാൻ തുടങ്ങാണ്. ആരും ഇവളുടെ ശരീരത്തിൽ തൊടാതെ ഞാൻ നോക്കി, എന്നാൽ ഞാൻ തൊട്ടല്ലോ. നീ നുണ പറയാണ്, ഞാൻ വിശ്വസിക്കില്ല എന്ന് കാർത്തിക് പറയുന്നു. നീ എന്നെ മയക്കാൻ ശ്രമിച്ചതുപോലെ ഞാൻ നിന്നെ മയക്കി. ഫോൺ എടുത്ത് നോക്ക് എന്നവൻ പറയാണ്. ഫോണിൽ നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും ശാരീരികമായി ഒന്നിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ഇത് കാണുന്ന കാർത്തികിന് വലിയ ദേഷ്യം വരുന്നു. അപ്പോൾ കാർത്തികയെ എനിക്ക് കിട്ടില്ലേ എന്ന് പറഞ്ഞ് അവൻ ദേഷ്യപ്പെടുകയാണ്. അയാളും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ അവൾ ബോധം കെട്ട് വീഴുന്നു. എന്താണ് സംഭവിച്ചതെന്ന് അറിയാത്തത് കൊണ്ട് അയാൾ വേഗം ഇളയമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. ഇളയമ്മ വേണ്ട ചികിത്സയൊക്കെ നൽകുന്നുണ്ട്. നീ ചെയ്ത കാര്യം കാരണം കാർത്തിക് ആ ശരീരം വിട്ടുപോയി എന്നവർ പറയുന്നു. അവനും ഒരു സാധാരണ പുരുഷനെ പോലെ തന്നെയാണ് പെരുമാറുന്നത്. ആ പെൺകുട്ടിയെ വേറൊരുത്തൻ അതിര് കടന്ന് സ്പർശിച്ചു എന്നറിഞ്ഞപ്പോൾ അവന് ദേഷ്യം വന്നു. അങ്ങനെ അവൻ പൂർണ്ണമായും പോയെന്ന് ഇളയമ്മ പറയുന്നു. നീ അത് ചെയ്യില്ലെന്നല്ലേ പറഞ്ഞത്, പിന്നെ എങ്ങനെ ചെയ്തു എന്ന് ഇളയമ്മ ചോദിക്കുകയാണ്. ഇപ്പോഴും ഞാൻ ചെയ്തിട്ടില്ല ഇളയമ്മേ. അങ്ങനെ ചെയ്തതുപോലെ അവനെ വിശ്വസിപ്പിച്ചു. അതായത് ശരീരത്തിൽ ചെറിയൊരു പോറലുണ്ടാക്കി, അതുപോലെ വീഡിയോ എടുത്തതുപോലെ ഞാൻ സെറ്റപ്പ് ചെയ്തു. അത് കണ്ട് അവൻ വിശ്വസിച്ചു എന്നയാൾ പറയുന്നു. അപ്പോൾ ഇനി കാർത്തിക് അവളുടെ ശരീരത്തിലേക്ക് വരില്ലേ? എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ എന്നയാൾ ചോദിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഇനി വരില്ലെന്നാണ്, നമുക്ക് നോക്കാം എന്ന് ഇളയമ്മ പറയുന്നു. ഇയാൾക്കും കുറച്ച് സമാധാനമാവുന്നുണ്ട്. ഇപ്പോൾ ഉണർന്ന കാർത്തികയ്ക്ക് എങ്ങനെ മുറിവ് പറ്റിയെന്ന് പോലും അറിയില്ല. എങ്ങനെ മുറിവ് പറ്റിയെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അതൊന്നുമില്ല എന്ന് പറഞ്ഞ അയാളും ആശ്വസിപ്പിക്കുന്നു. ഇവർ രണ്ടുപേരും സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുന്നു. ഇവർക്കൊരു പെൺകുട്ടി ജനിക്കുന്നു. ആ പെൺകുട്ടി അച്ഛനോട് പരാതി പറയാണ്. ആൺകുട്ടികൾ എന്നെ അവരുടെ കൂടെ കളിക്കാൻ കൂട്ടുന്നില്ല. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ആൺകുട്ടികൾ കൂട്ടാത്തതിൽ നീ വിഷമിക്കേണ്ട മോളെ. നീ കുറെ പെൺകുട്ടികളെ കൂട്ടിയിട്ട് ഞങ്ങളെയും കൂട്ടുമോ എന്ന് ആൺകുട്ടികളോട് ചോദിക്കും. അവർ കൂട്ടും. അതായത് അദ്ദേഹം തന്റെ മകളുടെ കാര്യത്തിൽ ചില തെറ്റുകൾ ചെയ്തല്ലോ, അത് പേരക്കുട്ടിയുടെ കാര്യത്തിൽ ആവർത്തിക്കരുതെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. മുത്തശ്ശൻ എന്താണ് പറഞ്ഞതെന്ന് ഹീറോ ചോദിക്കുമ്പോൾ മുത്തശ്ശൻ ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് മകൾ പറയുന്നു. മുത്തശ്ശൻ പറഞ്ഞത് ശരിയാണെന്ന് അയാളും പറയുന്നു. ഇപ്പോൾ അവൾ കുറച്ച് പെൺകുട്ടികളെ കൂട്ടിച്ചേർത്ത് ഞങ്ങളെയും ടീമിൽ ചേർക്കൂ എന്ന് ആ പയ്യനോട് ചോദിക്കുമ്പോൾ അവനും സമ്മതിക്കുന്നു. ഇപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില മാതാപിതാക്കൾ ഇപ്പോഴും പെൺകുട്ടി ജനിച്ചു എന്ന് കരുതി വിഷമിക്കുന്നുണ്ടല്ലോ. അങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം പെൺകുട്ടികളും ഇപ്പോൾ എല്ലാ മേഖലകളിലും നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് സ്ത്രീകളായി ജനിച്ചിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കിയവരുടെ ഫോട്ടോകൾ കാണിച്ച് സിനിമ അവസാനിക്കുന്നു. സോ സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.